കുന്നംകുളം ബസ് അപകടം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. വലിയ ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട ബസ് പിന്നീട് നീക്കം ചെയ്തു. കുന്നംകുളം കോഴിക്കോട് സംസ്ഥാന പാതയിലെ പാറേമ്പാടത്തുണ്ടായ സ്വകാര്യ ബസ് അപകടത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. അപകട കാരണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ബസ് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് മാറ്റിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 കോഴിക്കോട് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബൈക്കും കാറും ഉൾപ്പെടെ 4 വാഹനങ്ങൾ ഇടിക്കുകയും സമീപത്തെ വീടിന്റെ മതിൽ തകർക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ പോർക്കുളം പുഞ്ചിരി റോഡിൽ താമസിക്കുന്ന മുള്ളത്തുവളപ്പിൽ മുഹമ്മദ് കുട്ടി മകൾ 19 വയസ്സുള്ള റിയ ഫാത്തിമ, അയ്യംപറമ്പ് ചീരൻ വീട്ടിൽ പരേതനായ വർഗീസ് ഭാര്യ തങ്കമണി എന്നിവരാണ് മരിച്ചത്. മരുമകൻ ജോബിക്കൊപ്പം കുന്നംകുളത്ത് ഗ്യാസ് മസ്റ്ററിംഗിന് പോയി മടങ്ങിവരുമ്പോഴായിരുന്നു അപകടം. മരുമകൻ ജോബിക്കും ഗുരുതര പരിക്കേറ്റു. തങ്കമണിയുടെ ഭർത്താവ് വർഗീസ് 5 വർഷം മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. ദീന, ഷെറിൻ, ഷാറൂൺ എന്നിവർ മക്കളാണ്. അതേസമയം കുന്നംകുളം കോഴിക്കോട് പാതയിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും അപകടകരമായ ഡ്രൈവിംഗും വീണ്ടും ചർച്ചയാവുകയാണ്. കുറ്റിപ്പുറത്ത് അമിതവേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചിട്ട് അധികകാലം കഴിയും മുമ്പേ ആണ് അടുത്ത അപകടം കോഴിക്കോട് തൃശൂർ റൂട്ടിൽ ഉണ്ടാകുന്നത്. അമിതവേഗമായിരുന്നു കുറ്റിപ്പുറം അപകടത്തിനും കാരണം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകൂടിയാണ് ഈ മേഖല. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ പരിശോധനയും നിയമ നടപടികളും വേണമെന്ന ആവശ്യം ശക്തമാണ്.